ഹലോ ഗെയ്സ്, അണിമ സന്തോഷ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ബദർസമ ഹോസ്പിറ്റലിലേക്കാണ്. കാശിക്കുട്ടന് നല്ല ചെവിവേദനയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി പുറത്തിരിക്കുകയാണ്. നമ്മുടെ നമ്പർ 6 ആണ്. ഇപ്പോൾ 2 ആയതേ ഉള്ളൂ. ഏട്ടൻ്റെ അവിടെ കളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാശി വീഡിയോ എടുക്കുന്നത് കണ്ടില്ല കേട്ടോ. അവന് നല്ല ചുമയും ചെവിവേദനയും ഉണ്ടങ്ങനെ അത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വന്നായിരുന്നു. അന്നേരം കാണിച്ചപ്പം രണ്ട് ചെവിക്കകത്തും ഇതേപോലെ മണ്ണുണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ബീച്ചിൽ കുളിക്കാൻ പോയിരുന്നു, അന്നേരം സംഭവിച്ചതാട്ടോ. അങ്ങനെ അതെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വന്നത്. അന്നേരം എൻ്റെ ചെവി ഒന്ന് കാണിച്ചു. അപ്പോൾ ചെവി പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ മെഡിസിൻ വാങ്ങിച്ചു. അങ്ങനെ ഗെയ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇവിടെ പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഫുള്ളിതാട്ടോ. സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിത് കണ്ടോ, അവരിത് നടന്നു പോകുക കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരത്തി അങ്ങോട്ടാണ് വണ്ടി ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞു. നമ്മുടെ ടോക്കൺ നമ്പർ 6 ആയിരുന്നേ, അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. എന്തിപ്പം മെഡിസിൻ കഴിച്ച് ചെവിയിലൊക്കെ ഒറ്റിയപ്പം അതിൻ്റെ അതൊക്കെ അങ്ങ് മാറിയെങ്കിലും ഒന്ന് അവരെടുത്ത് കളഞ്ഞു കേട്ടോ. അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ കാശിക്കുട്ടൻ ഹോട്ടലിൽ കയറി പൊറോട്ടയും മേടിച്ചുകൊണ്ട് വന്നേട്ടോ. സാധാരണ ഇതേപോലെ പുറത്ത് പോയാൽ നന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ്. ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര സന്തോഷമുള്ള കുട്ടിയാണ്. കാരണം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം അച്ഛൻ പറ്റിച്ചു. കൊത്തു പൊറോട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മദനിയിൽ നിന്നാണ് മേടിച്ചേട്ടോ. പൊറോട്ട മേടിച്ചു. അന്നേരം അവൾക്ക് പഴം വേണമെന്ന് പറഞ്ഞ് വെജിറ്റബിൾ കടയിൽ കയറി. അങ്ങനെ അവിടെ ഒന്ന് സ്റ്റോപ്പാക്കാൻ വേണ്ടി പോകുക കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ക്യാബേജും വേണം, അവൾക്ക് പഴം വേണമെന്ന് അതും മേടിക്കണേ. അങ്ങനെ പിന്നെ രണ്ടാമത് നമ്മൾ നേരെ പോയത് വെജിറ്റബിൾ ഫ്രൂട്ട്സ് കടയിലേക്കാണ്. കണ്ടോ, നല്ല ഭംഗിയല്ലേ പഴമൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്ന കണ്ടില്ലേ. നമ്മുടെ നാട്ടിലെല്ലാ പഴവും ഉണ്ട് കേട്ടോ. റോബസ്റ്റ്, ഏത്ത, അങ്ങനെ അതും മേടിച്ച് വണ്ടിയിലിരുന്ന് തന്നെ പഴം കഴിക്കുകയാണ്. ഒരാൾ കഴിച്ചപ്പോൾ എല്ലാവർക്കും വേണം. പിന്നെ ഒന്നും നോക്കിയില്ല, 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടി കഴിപ്പ് തുടങ്ങി. പഴം ലാസ്റ്റ് തീർന്നു. അമ്മാതിരി കഴിപ്പാണ് കഴിച്ചത് കേട്ടോ. ഇവിടെ പഴമൊക്കെ മേടിച്ചാൽ പെട്ടെന്ന് ചിലവാകും, കഴിക്കാതിരിക്കത്തില്ല. ഒരു ട്രിപ്പിന് 2-3 കഴിച്ചങ്ങ് തീർക്കും. അങ്ങനെ വണ്ടിയിൽ ഇരുന്നതിന് ഇങ്ങനെ കഴിച്ച് വർത്താനം പറഞ്ഞങ്ങ് ഇരിക്കുക കേട്ടോ. ഇനി നേരെ റൂമിലോട്ടാണ് അടുത്ത പോകുന്നത്. അങ്ങനെ റൂമിലെത്തി ഗെയ്സ്. ക്യാബേജ് മേടിച്ച് പൊറോട്ട മേടിച്ച് ഇന്ന് കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണേ. മുട്ട വച്ച് കൊത്തു പൊറോട്ട, ചിക്കനില്ല. അങ്ങനെ റൂമിലേക്ക് കയറി. അങ്ങനെ പൊറോട്ടയും ക്യാബേജും കഴിച്ചിട്ട് ഇനി അങ്ങോട്ട് കിച്ചണിലോട്ട് കയറുക, കൊത്തു പൊറോട്ട റെഡിയാക്കുക. ഹലോ ഗെയ്സ്, അങ്ങനെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചേരുവ കൊണ്ടൊരു അടിപൊളി ടേസ്റ്റി കൊത്തു പൊറോട്ടയാണ്. ക്യാബേജ്, തക്കാളി, മുട്ട, ഒരു സവാള, പച്ചമുളക്, കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടിയാട്ടോ, ഉപ്പ്. സ്പൈസി വേണമെങ്കിൽ കുറേ മുളകും അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതേപോലെ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഇങ്ങനെ കഴിക്കാനേ. കുക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇട്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ്, ഉണ്ടാക്കി നോക്കണേ. പിന്നെ പൊറോട്ട മറക്കരുത്. കൊത്തു പൊറോട്ടയ്ക്ക് മെയിൻ സാധനമാണ് പൊറോട്ട. നെഗിൾസ് ഉണ്ടെങ്കിൽ അതിട്ടാലും നല്ലതാണ് കേട്ടോ. ഞാനത് 2 ഇട്ടിട്ടുണ്ട്.
ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.